അക്വേരിയസ് ഞാൻ കാണുന്നത് ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷണൽ സമയമാണ്. എന്താച്ചാൽ എന്തോ ഒരു പുതിയ തുടക്കം വരണത് ഞാൻ കാണുന്നുണ്ട്. ഈ പുതിയ തുടക്കം നിങ്ങളുടെ ഒരു ഡ്രീമാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ കുറേ എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷേ ചില വേറെ കാര്യങ്ങൾ അതിൽ ബ്ലോക്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുമാത്രമല്ല ചിലവരെ നിങ്ങളുടെ ഈ തീരുമാനം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനത്തെ എനർജീസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് എക്സാക്ട്ലി ഇവിടെ ബ്ലോക്ക് ഉള്ളത്, എന്താ തടസ്സം ഉള്ളത് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ഗൈഡൻസ് വരണമെന്ന് നമ്മൾക്ക് അതും റീഡിങ്ങിൻ്റെ ത്രൂ നോക്കാം. അപ്പോൾ അക്വേരിയസ് ഇത് നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ മെസ്സേജസ് ആണ്. ഇത് അക്വേരിയസ് സൺ സൈൻ, മൂൺ സൈൻ, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ബാധിക്കില്ല. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ അക്വേരിയസ് ഞാനിവിടെ കാണുന്നത് ഓഗസ്റ്റ് മാസത്തിൽ എന്തോ ഒരു പുതിയ തുടക്കമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. കുറേ ഒരു പാഷനേറ്റ് ബിഗിനിങ് ആണിത്. അപ്പോൾ നിങ്ങൾ ഈ പുതിയ തുടക്കം വരുമ്പോൾ കുറേ എക്സൈറ്റഡ് ആയിരിക്കും. ഇതൊരു ക്രിയേറ്റീവ് പ്രോജക്റ്റ് ആവാം, അതല്ല വെച്ചാൽ ചിലവർക്ക് ഇതൊരു റിലേഷൻഷിപ്പ് ആവാം, ഒരു എക്സൈറ്റിംഗ് റിലേഷൻഷിപ്പും ആവാം. കുറേ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ എന്തോ നിങ്ങൾ പാസ്റ്റിൻ്റെ കാര്യം ഓർത്തിട്ട് കുറേ മിസ് ചെയ്യണം. ഏതൊരു പാസ്റ്റ് പേഴ്സണിനെ മിസ് ചെയ്യുന്നുണ്ട്, അതല്ല വെച്ചാൽ പാസ്റ്റിൽ എന്തോ ശരിയാവാത്തതുകൊണ്ട് അതിൻ്റെ കുറേ ഗിൽട്ട് ഉണ്ട്. ഞാൻ കാണുന്നത് ഈ പാസ്റ്റിൻ്റെ ഈ കാര്യം ഉണ്ടായതുകൊണ്ട്, ഈ സിറ്റുവേഷൻ പാസ്റ്റിൽ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഈ മാസം കുറച്ചുകൂടിയും ഒരു ഡിറ്റാച്ച്ഡ് പോലെയാണ്. ഇമോഷൻസ് കൂടുതൽ കാണിക്കണില്ല. കുറേ പ്രാക്ടിക്കൽ ആയിട്ടാണ് ചിന്തിക്കണേ. ക്ലാരിറ്റി ഉണ്ട്, എന്താ വേണ്ടതെന്ന് അറിയാം, പക്ഷേ കുറേ ഒരു ഡിറ്റാച്ച്ഡ് പോലെയാണ്. ഇമോഷണലി ഒട്ടും ഒരു കണക്ഷൻ ഇല്ലാത്ത മാതിരി. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഇവിടെ ഒരു മാരേജ് സിറ്റുവേഷൻ ആയിരിക്കാം, അതല്ല വെച്ചാൽ ഒരു ഫാമിലി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഒരു ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് പേഴ്സൺ ആണ് കാണുന്നത്. മേ ബി നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ കൂടെ മാരേജ് ഉണ്ടായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെയും നിങ്ങൾ ഒരു പാർട്ട്ണർ ആയിരിക്കാം. അല്ലച്ച ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സണെ അറിയണ പേഴ്സൺ ആണിത്. ഫാമിലി പേഴ്സൺ ആവാം, നിങ്ങളുടെ വൈഫ്, ഹസ്ബൻഡ് ആവാം, ഇല്ലച്ച ഫാമിലി മെമ്പർ ആവാം. എന്തായാലും ഇവിടെ ഒരു പാസ്റ്റിൻ്റെ കണക്ഷൻ കാണാണ്ട്. അപ്പോൾ എന്താ ഉണ്ടായേ പാസ്റ്റിൽ? ഞാൻ കാണുന്നത് ഒരു ഡിസിപ്ലിൻ ലൈഫാണ് പാസ്റ്റിൽ. കുറേ ഒരു ട്രഡീഷണൽ സെറ്റപ്പ് മാതിരി മുമ്പോട്ട് പോവാൻ എന്തോ ഒരു തീരുമാനം എടുക്കാനുള്ള പേടി. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഇവിടെ ചെയ്യാനുണ്ട്, എന്തോ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ മുമ്പോട്ട് പോകാൻ ഒരു പേടിയുണ്ട്. എന്താ വെച്ചാൽ ചിലപ്പോൾ ഫാമിലി എന്താ പറയുകയെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവിടെ ഞാൻ കാണുന്നത് ആ പുതിയ തുടക്കം വരുന്നുണ്ട്. അപ്പോൾ എന്തോ നിങ്ങൾ പേടിച്ചല്ല കാര്യം, അതിപ്പോൾ ഓഗസ്റ്റിൽ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ആദ്യം ആ പേടിയാണ്. പാസ്റ്റിൽ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് അവർ എൻ്റെ കൂടെ സംസാരിച്ചില്ല, ഞാനിപ്പോൾ ഇത് ചെയ്താൽ ശരിയാവോ? അപ്പോൾ എന്തോ ഒരു ബ്ലോക്ക് കാണാണ്ട് ഇവിടെ. ഇത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാവാം. മേ ബി നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ ഫീൽഡിലേക്ക് പോകണം എന്നുണ്ടാവും. ലൈക്ക് നിങ്ങൾ ചെയ്യണത് അതിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, പക്ഷേ മുമ്പോട്ട് പോകാനുള്ള പേടിയാണ്. ഫാമിലി എന്താ പറയുക? അതല്ല വെച്ചാൽ എവിടെയോ ഇതൊരു റിലേഷൻഷിപ്പ് കാര്യമാവാം. നിങ്ങളുടെ ഫാമിലി കുറച്ച് ഓർത്തഡോക്സ് ആണ്, കുറച്ചൊരു ഓൾഡ് ഫാഷൻഡ് ആണ് വെച്ചാൽ ഈ പുതിയ തുടക്കം വന്നാൽ ഞാൻ ഇതിൽ മുമ്പോട്ടേക്ക് പോയാൽ അതെങ്ങനെയായിരിക്കും? ഞാനിവിടെ കാണുന്നത് ഫ്യൂച്ചറിൽ ഒരു ലവിങ് എനർജിയാണ്. ഓക്കെ, കുറേ ഒരു ഇമോഷണൽ എനർജിയാണ് കാണുന്നത്. ഇവിടെ ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരണു. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക്
ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാനുള്ള ഹെൽപ്പ് കിട്ടും. അതൊരു പൈസീസ് ക്യാൻസർ സ്കോർപ്പിയോ ആണ് ഒരു പേഴ്സൺ കാണുന്നത്. ഇവർ നിങ്ങളെ മുമ്പോട്ട് പോവാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് പറഞ്ഞാൽ അവർ വരും നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനത്തെ ഒരു പേഴ്സൺ ഉണ്ടാവും. നിങ്ങൾക്ക് അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നു, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നു. മേ ബി അവർ നിങ്ങളുടെ ഫാമിലീനെ കൺവിൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യായിരിക്കും. എന്തായാലും ഇവിടെ ഞാൻ ഒരു ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ഹീൽ ചെയ്യാൻ. ഓക്കെ, എന്തോ അവർ സിറ്റുവേഷനെ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വർക്ക് ആവുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ മുമ്പോട്ടേക്കാണ് പോണേ, കുറേ കാമർ എനർജിയിലേക്കാണ് പോണേ. ചിലവർക്ക് ഇവിടെ ട്രാവൽ ചെയ്യണം എന്നുണ്ടാവും നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളുടെ ഫാമിലി അലൗ ചെയ്യുന്നുണ്ടാവില്ല. പുറമെ പോകാനുള്ള എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നിങ്ങളുടെ ഫാമിലി അലൗ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ കാണാണ്ട്. അപ്പോൾ എന്താണ് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ഈ മാസം? ചാലഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സാണ്. ചിലവർക്ക് നിങ്ങളുടെ ചാലഞ്ച് നിങ്ങളുടെ മദർ ആവാം. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. എന്താ വെച്ചാൽ ഇമോഷണലി കുറേ ലോ ആയിട്ടാണ് നിങ്ങൾ ഫീൽ ചെയ്യണത്. ഇവിടെ ഞാൻ ക്ലാരിറ്റി കാണുന്നുണ്ട്, നിങ്ങൾ ക്ലിയർ ആണ് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. പക്ഷേ ആ ക്ലാരിറ്റി വരുമ്പോൾ ചിലവർ നിങ്ങളുടെ ലൈഫിനെ പറഞ്ഞാൽ അത് നിങ്ങളുടെ ഈ ഡിസിഷനെ സപ്പോർട്ട് ചെയ്യണില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ടഫായി ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരണു. ഓക്കെ, നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ചില ഫാമിലി മെമ്പേഴ്സ് അത് സപ്പോർട്ട് ചെയ്യണില്ല എന്ന്. അത് അറിഞ്ഞിട്ടും നിങ്ങൾക്കൊരു ടഫ് സ്റ്റാൻഡ് എടുക്കാനുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരണു. അപ്പം ഞാനിവിടെ അഡ്വൈസായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ യൂണിവേഴ്സ് പറയണത് നിങ്ങൾ ക്ലിയർ ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഹാപ്പി ആക്കണ്ട വെച്ചാൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് എന്തോ ഒരു സിറ്റുവേഷനിൽ ഹാപ്പിനെസ് ഉണ്ട് വെച്ചാൽ അതാണ് നിങ്ങൾക്ക് ആ സന്തോഷം തരണം വെച്ചാൽ നിങ്ങൾ അതിനെ ചൂസ് ചെയ്യുക, നിങ്ങൾ മുമ്പോട്ടേക്ക് പോവുക. ഇവിടെ സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ എന്തോ വിട്ടു പോവാണ്. ചിലവർ വീട് വിട്ടു പോവാണ്, ഫാമിലീനെ വിട്ടു പോണു. അപ്പോൾ ഇവിടെ ഒരു ഗുഡ് ന്യൂസ്, ഒരു റൊമാൻറ്റിക് എനർജിയും കാണാണ്ട്, ഒരു നല്ല ഒരു ട്രാവൽ എനർജി കാണാണ്ട്. ഓക്കെ, ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറേ സ്റ്റേബിൾ ബിഗിനിങ് ആണ് ഇത്. പക്ഷേ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ഇതന്നെയാണ്, ഒരു തീരുമാനം എടുക്കുക. ഇത് ശരിയാണോ അല്ലേ, എങ്ങനെയാണ് കൺവിൻസ് ചെയ്യണ്ടേ, എങ്ങനെയാണ് കൺവിൻസ് ചെയ്യിപ്പിക്കണ്ടേ. അപ്പോൾ അങ്ങനത്തെ കുറേ ഡിസിഷൻസും തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണു. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആവുന്നുണ്ട്. ചില വഴക്കുണ്ടാവുന്ന സിറ്റുവേഷൻസിൽ കുറേ ഹോപ്പ് ഉണ്ട്. എന്താ വെച്ചാൽ അത് ശരിയാവും എന്നൊരു ഹോപ്പ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്. അപ്പോൾ എന്തോ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ പോവാണ്. ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. എന്താ വെച്ചാൽ ചിലവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അത് ഉണ്ടായിട്ടും നിങ്ങൾ മുമ്പോട്ടേക്ക് തന്നെയാണ് പോണേ. ആൻഡ് നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കുള്ള സിറ്റുവേഷനിൽ ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിൽ ഒരു കോംപ്രമൈസ് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോ ഒരു ഫ്രണ്ട് ഇല്ല വേറെ ഒരു ഫാമിലി മെമ്പർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻ ശരിയാവും. ഗെറ്റ് മോർ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പം മേ ബി യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് വെച്ചാൽ കുറച്ചുകൂടി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാന്നാണ് പറയണേ. അപ്പം നിങ്ങൾ ഷുവർ ആവും. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് മനസ്സിൽ. അപ്പോൾ ഇവിടെ സോൾ സ്റ്റേറർ എന്ന് എഴുതിയിട്ടുണ്ട്. റൊമാൻസ്, ആർട്ട് ഓർ ഹാർട്ട് ഫെൽറ്റ് മിഷൻ ഇസ് കോളിംഗ്. Sorry. Romance, art or heartfelt mission is calling. Follow the flutter, be soft, bold and beautifully open to wonder. എന്തോ ആ മെസ്സേജ് പറയുമ്പോൾ തന്നെ എന്തോ സ്റ്റക്കായി തൊണ്ടയിൽ. ഓക്കെ, അപ്പോൾ എന്തോ ഇവിടെ ഒരു കോളിംഗ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ടിൻ്റെ മിഷനാണ് ഇത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പുതിയ തുടക്കം വരുന്നത് നിങ്ങൾ കുറേ പ്രേ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാവണേ. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിനെ മിസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സോൾ കോളിംഗ് ആണത്. എന്താ വെച്ചാൽ നിങ്ങളുടെ സോളിന് ആ ഒരു ഇൻറ്റ്യൂഷനാണ് പറയണേ ഈ പുതിയ തുടക്കം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഈ ഡിഫിക്കൾട്ട് ഒരു സിറ്റുവേഷൻ വന്നിരിക്കണത് എന്താ വെച്ചാൽ ഇതൊരു സോൾ ജേർണിയാണ്. നിങ്ങളുടെ ജേർണി
യൂണിവേഴ്സ് നിങ്ങളെ അങ്ങോട്ട് ആ ഒരു പുതിയ തുടക്കത്തിലേക്കാണ് കൊണ്ടുപോണത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ട്രൂ കോളിംഗ് ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് അക്വേരിയസ്. റെസൊനേറ്റ് ആയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തോളാം. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.